നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെയും രാജീവ് ചന്ദ്രശേഖർ പത്രക്കാരുടെ മുന്നിൽ മനസ്സ് തുറന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും പാർട്ടി അനുവദിച്ചാൽ നേമത്ത് മത്സരിക്കാൻ ആഗ്രഹമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ വാക്കുകൾക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. തൻ്റെ ആഗ്രഹം വ്യക്തമാക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഒപ്പം പാർട്ടി അനുവദിച്ചാൽ എന്ന് കൂട്ടിച്ചേർക്കാനും അദ്ദേഹം മറന്നില്ല. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. താൻ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും സീറ്റ് നിയമമായിരിക്കുമെന്നും പത്രക്കാർ ചോദിക്കാതെ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അധികാരത്തോടുള്ള പ്രഖ്യാപനമായിരുന്നു അത്. എന്നാൽ ഇന്നിപ്പോൾ വാക്കുകൾക്ക് ആ സ്ഥിരതയില്ല. ഈ ചഞ്ചലിപ്പിന് പിന്നിൽ RSS ആണെന്ന് പലരും കരുതുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP പ്രസിഡന്റ് അധികാരമേറ്റ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ മുറുമുറുപ്പുയർന്നു. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ MDയുടെ രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ്ഷിപ്പ് കൈകാര്യം ചെയ്തതെന്നായിരുന്നു ആരോപണം. പാർട്ടി ഫണ്ട് അമിതമായി തൂർത്തടിക്കുന്നെന്നും ദൈനംദിന ചെലവുകൾ പോലും വളരെ വലുതാണെന്നും ആയിരുന്നു ഈ കൂട്ടർ ആരോപിച്ചത്. അത് ഒട്ടൊക്കെ ശരിയായിരുന്നെന്നും നേതൃത്വത്തോടടുത്ത ചിലർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറെ പ്രതീക്ഷകളോടെയാണ് കേന്ദ്ര നേതൃത്വം ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവിനെ BJP സംസ്ഥാന പ്രസിഡന്റാക്കിയത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ വലഞ്ഞ കേരളത്തിലെ BJPയെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിരുന്നു ഇത്. അന്ന് പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനും അദ്ദേഹത്തോടടുത്ത് നിന്ന ചിലരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് എതിർഭാഗത്തെ നിഷ്കരണം ഒതുക്കുന്നുവെന്നായിരുന്നു അന്ന് പരക്കെയുള്ള ആരോപണം. കേന്ദ്ര കമ്മിറ്റി അംഗമായ PK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലായിരുന്നു എതിർ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. അതിൽ പ്രധാനിയായിരുന്നു MD രമേശ്. കൃഷ്ണദാസ് ഗ്രൂപ്പിനോട് അനുഭാവം പ്രകടിപ്പിച്ചതും എന്നാൽ ഗ്രൂപ്പിൽ പെടാതെയും മാറി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനായിരുന്നു മൂന്നാം ഗ്രൂപ്പിനെ നയിച്ചിരുന്നത്. താരതമ്യേന ദുർബല വിഭാഗത്തെ നയിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ അക്കാലത്ത് V. മുരളീധരനും K. സുരേന്ദ്രനും നയിക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നും ഏറെ അനീതികൾ നേരിടേണ്ടി വരുന്നെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതിൽ സാധാരണ BJP അംഗങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെ ഗ്രൂപ്പുകൾ പരസ്പരം പോരടിച്ചിരുന്ന സന്ദർഭത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന പ്രസിഡന്റാക്കിയത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. ഒരു ഗ്രൂപ്പിലും പെടാതെ നിന്ന് രാജീവ് സംസ്ഥാന നേതൃത്വത്തെ ഉടച്ചു വാർത്തു. അതുവരെ അവഗണനകളും അനീതികളും നേരിടേണ്ടി വന്നിരുന്ന MD രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരെ തലപ്പത്തേക്ക് ഉയർത്തി. അത്രയും കാലം K. സുരേന്ദ്രൻ ഒട്ടിനിന്ന് അപ്രമാദിയായി വാണ C. കൃഷ്ണകുമാർ, P. സുധീർ എന്നിവരെയൊക്കെ ഒരു കൈപ്പാടകലേക്ക് മാറ്റി നിർത്തി. ഇവിടെയുള്ള ഒരു BJP അംഗത്തിൻ്റെയും വോട്ട് വാങ്ങി സംസ്ഥാന പ്രസിഡന്റാകാത്ത രാജീവിന് കൂറ് ദേശീയ നേതൃത്വത്തോട് മാത്രമായിരുന്നു. അതുകൊണ്ട് ഗ്രൂപ്പിനതീതമായി പാർട്ടിയിൽ അഴിച്ചുപണി നടത്താനും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർലോഭ പിന്തുണ രാജീവിനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കാനും ആരും ധൈര്യപ്പെട്ടില്ല. വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രവർത്തന ശൈലികളിൽ നിന്നോ ഒട്ടൊന്നു മാറിയാണ് രാജീവ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. ഇതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ വിലയിരുത്താനാകൂ. എന്നാൽ ഇതിനിടയിൽ രാജീവ് നടത്തിയ ചില പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തെയും RSSനെയും ചൊടിപ്പിച്ചതായാണ് അറിയുന്നത്. അതിലൊന്നായിരുന്നു നേമത്ത് താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം. മറ്റ് അവകാശവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജീവ് മുൻകൂർ വെട്ടിയതാണെന്നും ചിലരെങ്കിലും കരുതുന്നുണ്ട്. RSSന് തൊട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അറിയുന്നത്. RSS സംസ്ഥാന നേതൃത്വം അപ്പോൾ തന്നെ തങ്ങളുടെ അസംതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇതേ തുടർന്ന് അമിത് ഷാ നേരിൽ വിളിച്ച് രാജീവ് ചന്ദ്രശേഖരെ ശാസിച്ചെന്നാണ് ഉള്ളറകളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ഇതോടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാതന്ത്ര്യം ഒട്ടൊന്നു കുറഞ്ഞു. RSS സംസ്ഥാന ഘടകം BJP സംസ്ഥാന നേതൃത്വത്തിൽ പിടിമുറക്കാൻ തീരുമാനിച്ചു. BJP കേന്ദ്ര സംഘടനാ കാര്യദർശി BL സന്തോഷ് ഇതിനെല്ലാം പിന്തുണയും നൽകുകയും ചെയ്തു. RSSന്റെ അനുവാദമില്ലാതെ ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും പറഞ്ഞു കേൾക്കുന്നു. അതാണ് രാജീവ് ചന്ദ്രശേഖർ മയത്തിൽ തൻ്റെ ആഗ്രഹം പറയുന്നതിന് കാരണമായത്. സംഘം 15 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്കും RSS ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ നടന്നതുപോലെയുള്ള ചില നാടകങ്ങൾ ഈ മണ്ഡലങ്ങളിൽ നടക്കാനിടയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ RSS നോമിനിയായ ഒരു സംഘടനാ കാര്യദർശി BJP സംസ്ഥാന നേതൃത്വത്തിൽ എത്തുമെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇതുണ്ടായില്ലെങ്കിൽ പോലും RSSന്റെ നിയന്ത്രണത്തിലായിരിക്കും BJPയുടെ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് തീരുമാനങ്ങളെന്ന് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.